പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് നാളെ 9 മണിക്ക്. 2025 സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ഇന്ന് നിയമസഭയിൽ വയ്ക്കും. പരമ്പരാഗത വ്യവസായം മുതൽ വൻകിട വ്യവസായങ്ങൾ വരെ ബജറ്റിൽ ഇടം പിടിക്കുമെന്നാണ് സൂചന. 2 തെരഞ്ഞെടുപ്പുകളിലെ തോൽവി മറികടക്കാൻ LDFന് ആവശ്യമായതെല്ലാം ബജറ്റിലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ക്ഷേമ പെൻഷൻ വർദ്ധിക്കുമോ എന്നതും ഏവരും ഉറ്റുനോക്കുന്ന കാര്യമാണ്. മഹാരാഷ്ട്രയിലെ ബാരാമതിയിൽ വിമാനം തകർന്നു വീണുണ്ടായ അപകടത്തിൽ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും NCP നേതാവുമായ അജിത് പവാർ അന്തരിച്ചു. 66 വയസ്സായിരുന്നു. അജിത് പവാറിനൊപ്പം വിമാനത്തിലുണ്ടായിരുന്ന 4 പേർക്കും ജീവൻ നഷ്ടപ്പെട്ടു. അജിത് പവാറും സുരക്ഷാ ഉദ്യോഗസ്ഥരും സഹായിയും പൈലറ്റും ജീവനക്കാരനുമാണ് മരിച്ചത്. ഇന്ന് രാവിലെയാണ് മുംബൈയിൽ നിന്ന് മഹാരാഷ്ട്രയിലെ ബാരാമതിയിലേക്ക് പവാർ സ്വകാര്യ വിമാനത്തിൽ യാത്ര ചെയ്തത്. അപകടത്തിൽപ്പെട്ടതോടെ വിമാനം പൂർണ്ണമായും കത്തി നശിച്ചു. ലാൻഡിങ്ങിന് തൊട്ടുമുമ്പായിരുന്നു വിമാനം അപകടത്തിൽപ്പെട്ടത്. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് എല്ലാ വിഭാഗങ്ങൾക്കുമുള്ള ബജറ്റാകുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. പെൻഷൻ 2000 രൂപയാക്കിയത് ചെറിയ കാര്യമല്ല. പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ കൃത്യമായി നൽകുമെന്ന് ഉറപ്പുവരുത്തലാണ് പ്രധാന ലക്ഷ്യം. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട ഇലക്ഷൻ ബമ്പർ ബജറ്റ് പ്രഖ്യാപിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ രീതിയല്ലെന്നും KN ബാലഗോപാൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ബജറ്റിൽ ക്ഷേമ പെൻഷൻ വർധനവ് ഉണ്ടാവില്ലെന്ന സൂചനയാണ് ധനമന്ത്രി KN ബാലഗോപാൽ നൽകുന്നത്. NSS SNDP ഐക്യനീക്കത്തിൽ നിന്ന് NSS പിന്മാറിയത് രാഷ്ട്രീയ ഇടപെടൽ കൊണ്ടാണെന്ന് വാർത്തയുണ്ടെന്ന് വെള്ളാപ്പള്ളി നടേശൻ. ഐക്യനീക്കം രാഷ്ട്രീയ ഉദ്ദേശത്തോടെ ആയിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ വെള്ളാപ്പള്ളിയുടെ ഐക്യനീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുള്ളതായി ഇപ്പോഴും കരുതുന്നുവെന്ന് സുകുമാരൻ നായർ പ്രതികരിച്ചു. പിന്മാറ്റത്തിന് പിന്നിൽ ബാഹ്യ ഇടപെടലില്ലെന്നും സുകുമാരൻ നായർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഐക്യത്തിൽ നിന്ന് പിന്മാറിയതിന്റെ പേരിൽ NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരെ തള്ളിപ്പറയാനില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കി. ഐക്യനീക്കം തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് അല്ലായിരുന്നുവെന്നും സുകുമാരൻ നായർ നിഷ്കളങ്കനാണ്. ഹിന്ദു ഐക്യം കാലഘട്ടത്തിന്റെ ആവശ്യമെന്നും വെള്ളാപ്പള്ളി പ്രതികരിച്ചു. സംസ്ഥാനത്തെ റെക്കോർഡുകൾ ഭേദിച്ചുള്ള സ്വർണ്ണവിലയുടെ കുതിപ്പ് തുടരുന്നു. രാവിലെ 2360 രൂപ വർദ്ധിച്ച സ്വർണ്ണവില ഉച്ചയോടെ പവന് 1400 രൂപയാണ് വർദ്ധിച്ചത്. 1,22,520 രൂപയാണ് 1 പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് ആനുപാതികമായി രാവിലെയും ഉച്ചയ്ക്കുമായി 295 രൂപയും 175 രൂപയുമാണ് ഉയർന്നത്. തിങ്കളാഴ്ച രേഖപ്പെടുത്തിയ 1,19,320 രൂപ എന്ന റെക്കോർഡാണ് ഇന്ന് തിരുത്തിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ശബരിമല കട്ടിളപ്പാളികൾ മാറ്റിയിട്ടില്ലെന്നും കവർന്നത് ചെമ്പുപാളികൾ പൊതിഞ്ഞ സ്വർണമാണെന്നും സ്ഥിരീകരിച്ചു. ചെമ്പുപാളികൾ പൊതിഞ്ഞ സ്വർണമാണ് കവർന്നതെന്ന് ശാസ്ത്രീയ പരിശോധനാ ഫലം സ്ഥിരീകരിച്ചു എന്നാണ് VSSC ശാസ്ത്രജ്ഞരുടെ മൊഴി. ഇപ്പോഴുള്ളത് ഒറിജിനൽ ചെമ്പുപാളികൾ തന്നെയാണ്. പാളി ഉൾപ്പെടെ രാജ്യാന്തര റാക്കറ്റുകൾക്ക് കൈമാറിയോ എന്ന സംശയത്തിനാണ് ഉത്തരമാകുന്നത്. ചില പാളികൾക്കുണ്ടായ മാറ്റത്തിൽ VSSC വിശദീകരണം നൽകി. മെർക്കുറിയും അനുബന്ധ രാസലായനികളും ചേർത്തതിലുള്ള ഘടകവ്യതിയാനമാണ് പാളികൾക്കുണ്ടായ മാറ്റത്തിന് കാരണം. പാളികൾ മാറ്റി പുതിയവ വെച്ചതിന് സ്ഥിരീകരിക്കാൻ തെളിവില്ലെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു. വാഹനാപകടത്തിൽ പരിക്കേറ്റ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിച്ച യുവാവിന്റെ ഇടത് നെഞ്ചിന് പകരം വലത് നെഞ്ചിന്റെ എക്സ്റേ എടുത്തതായി പരാതി. പായൽകുളങ്ങരയിൽ വെച്ച് ബൈക്കിൽ കാറിടിച്ചാണ് യുവാവിന് പരിക്കേറ്റത്. നെഞ്ചിനും കാലിനും പരിക്കേറ്റ യുവാവിനെ നാട്ടുകാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. ഇടത് നെഞ്ചിൽ വേദനയുണ്ടെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് ഡോക്ടർ എക്സ്റേ എടുക്കാൻ നിർദ്ദേശിച്ചത്. എന്നാൽ എക്സ്റേ എടുത്തത് വലത് നെഞ്ചിന്റെ ആയിരുന്നു. പരിശോധനയിൽ കുഴപ്പമില്ലെന്ന് ഡോക്ടർ അറിയിക്കുകയും ചെയ്തു. വേദന അസഹനീയമായതിനെ തുടർന്ന് യുവാവിനെ തിരുവല്ല സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഇവിടെ നടത്തിയ പരിശോധനയിലാണ് എക്സ്റേ മാറിയ വിവരം തിരിച്ചറിഞ്ഞതും ഇടത് നെഞ്ചിൽ നീർക്കെട്ടുള്ളതായി കണ്ടെത്തിയതും. കാലിന് ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ പിന്നീട് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. മൂന്നാം ബലാത്സംഗ കേസിൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ജയിൽ മോചിതനായി. അറസ്റ്റിലായി 18ാം ദിവസമാണ് പത്തനംതിട്ട സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. മാവേലിക്കര സബ് ജയിലിന് പുറത്ത് യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധിച്ചു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ജയിലിന് മുന്നിൽ പോലീസുകാരും പ്രതിഷേധക്കാരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഉപാധികളോടെയാണ് പത്തനംതിട്ട സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ എല്ലാ ശനിയാഴ്ചയും ഹാജരാകണമെന്നും സാക്ഷികളെ സ്വാധീനിക്കരുതെന്നും സമൂഹമാധ്യമ ഭീഷണിയും പാടില്ലെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ആയൂർ കൊട്ടാരക്കര റോഡിൽ 2 KSRTC ബസ്സുകളും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. ടാങ്കർ ലോറി ഡ്രൈവർ തൃശൂർ സ്വദേശി ഡോൺ ബോസ്കോയാണ് മരിച്ചത്. ഡോൺ ബോസ്കോയുടെ മൃതദേഹം നിലവിൽ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. അപകടത്തിന് പിന്നാലെ വാഹനത്തിൽ കുടുങ്ങിയ ഡ്രൈവറെ ക്യാബിൻ വെട്ടിപ്പൊളിച്ചായിരുന്നു പുറത്തെടുത്തത്. ഇന്ന് വൈകുന്നേരം 3:30 ആയൂർ കൊട്ടാരക്കര റോഡിലെ വൈക്കൽ ജംഗ്ഷനിൽ 2 KSRTC ബസ്സുകളും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. കോട്ടയം ഭാഗത്തുനിന്ന് വന്ന KSRTC ഫാസ്റ്റ് പാസഞ്ചർ ഒരു ടാങ്കർ ലോറിയുമായി കൂട്ടിയിടിച്ചു.
അതിന് പിന്നാലെ വന്ന KSRTC ഓർഡിനറി ബസ് അപകടത്തിൽപ്പെട്ട KSRTC ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. LDF സർക്കാരുകളിലെ ദേവസ്വം മന്ത്രിമാരെ ലക്ഷ്യമിട്ടുള്ള കോൺഗ്രസ് MLA-മാരുടെ നിയമസഭയിലെ ചോദ്യങ്ങൾ പാളിയതിനു പിന്നാലെ പ്രതികരിച്ച മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് ദേവസ്വം ബോർഡിൽ ഒരു കാര്യവുമില്ല എന്ന് രേഖാമൂലം വ്യക്തമാക്കിയ റോജി M. ജോൺ, എൽദോസ് കുന്നപ്പള്ളി, K. ബാബു, CR മഹേഷ് എന്നിവർക്കാണ് കടകംപള്ളി ഫേസ്ബുക്ക് കുറിപ്പിലൂടെ നന്ദി പറഞ്ഞത്. 2021 മുതൽ ദേവസ്വം വകുപ്പ് മന്ത്രി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എത്ര മീറ്റിംഗുകളിൽ പങ്കെടുത്തെന്നും സ്ഥലം, തീയതി, സമയം എന്നിവ നൽകാനുമായിരുന്നു ബാബുവിന്റെ ചോദ്യം. ഇതിനെല്ലാം ഒരു ഉത്തരം മാത്രമാണ് മന്ത്രി VN വാസവൻ നൽകിയത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മീറ്റിംഗുകളിൽ ഒന്നിലും ദേവസ്വം വകുപ്പ് മന്ത്രി പങ്കെടുത്തിട്ടില്ല. ദേവസ്വം വകുപ്പ് മന്ത്രി ദേവസ്വം ബോർഡ് അംഗമല്ല. 1950 ട്രാവൻകൂർ കൊച്ചി ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ടിലെ വ്യവസ്ഥകൾ പ്രകാരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് മാത്രമേ ബോർഡ് മീറ്റിംഗുകളിൽ പങ്കെടുക്കാൻ കഴിയുകയുള്ളൂ. ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് ബോർഡ് മീറ്റിംഗുകളിൽ പങ്കെടുക്കാൻ നിയമം അനുശാസിക്കുന്നില്ലെന്ന് VN വാസവൻ വ്യക്തമാക്കി.